ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏത് അമ്പലം എന്ന് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇതാണ് മാളക്കടുത്തുള്ള ഐരാണിക്കുളം മഹാദേവ ടെമ്പിൾ. അപ്പോൾ അവിടെ തിരുവാതിരയോടനുബന്ധിച്ച് ഞങ്ങൾക്കും ഒരവസരം കിട്ടി അവിടെ തിരുവാതിര അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അപ്പോൾ തിരുവാതിരയായിട്ട് അവിടെ പൂരം 10 ദിവസത്തെ ഭയങ്കര പരിപാടികളാണ് അവിടെ ഉള്ളത്. 10 ദിവസം ഗംഭീര പരിപാടികളുണ്ടായിൽ. ഇത് കരോട്ട അമ്മയാണ്. കരോട്ട അമ്മയെ തൊഴുതിട്ട് ഇറങ്ങി വരികയാണ് ഞങ്ങൾ. കാർത്തിക ദിവസം അവിടെ ഭയങ്കര ആഘോഷമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് കാർത്തിക ദീപം തെളിയിക്കലും 9-10 ആനയ്ക്കുള്ള പൂരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം അന്ന് കിട്ടിയെച്ചാൽ ഞങ്ങൾക്ക് വേറെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് മാറ്റേണ്ടി വന്നു. ഞങ്ങൾ 11-ാം തീയതിയാണ് പോയത്. 9-ാം തീയതി ആയിരുന്നു കാർത്തിക. 11-ാം തീയതിയാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞങ്ങൾക്ക് സന്ധ്യയ്ക്കാണ് കിട്ടിയിരുന്നത്. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു അമ്പലത്തിലും ഇല്ലാത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ശ്രീകോവിലുണ്ട് അവിടെ. ഒരേ കോമ്പൗണ്ടിനകത്ത് മഹാദേവൻ ഒറ്റയ്ക്കായിട്ടുള്ളൊരു ശ്രീകോവിലും അപ്പുറത്ത് മഹാദേവൻ സകുടുംബം ഇരിക്കുന്ന ഒരു ശ്രീകോവിലും. ഇപ്പോൾ ഈ വിളക്കുകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് മഹാദേവൻ മാത്രമായിട്ടുള്ള ഇരിക്കുന്ന ശ്രീകോവിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മഹാദേവനും പിന്നെ പിന്നെ ഇതാണ് മഹാദേവൻ സകുടുംബം ഇരിക്കുന്ന ശ്രീകോവിൽ. അതിന് മുമ്പിലായിട്ട് കാണുന്നത് ഇതാണ് തിരുവാതിര മണ്ഡപം. അപ്പോൾ ഈ സമയത്ത് തിരുവാതിരയുടെ സമയത്ത് ഈ മണ്ഡപത്തിൽ പാർവതി ദേവി നമുക്കൊപ്പം വന്ന് തിരുവാതിര കളിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് തിരുവാതിര മണ്ഡപത്തിൽ വെച്ച് കളി നടത്തുന്നത്. അപ്പോൾ വളരെ വലിയ ഒരമ്പലമാണ്, അമ്പലപ്പറമ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നാണെന്നുണ്ടെങ്കിൽ മകീരം നാളായിരുന്നു. മകീരം തിരുവാതിരയ്ക്ക് മുമ്പ് വരുന്ന മകീരം. അന്ന് പൂത്തിരുവാതിര ഉള്ള കുട്ടികൾക്ക് പൂത്തിരുവാതിര ആഘോഷിക്കും. പൂത്തിരുവാതിര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ തിരുവാതിരയ്ക്കാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം തിരുവാതിരയെ പറ്റിയിട്ട്, തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ആൾക്കാരവിടെ വരികയും ആ ചടങ്ങുകൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ പഴമയിലേക്ക് ഒരു എന്താ പറയുക പോയി നോക്കാനുള്ളൊരു അവസരം കിട്ടിയെന്ന് തന്നെ പറയും. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഇത് കണ്ടിട്ടും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ.
അങ്ങനെ ബാക്കിയുള്ള രണ്ടുപേരുടെയും കൂടിയിട്ട് ആ ചടങ്ങുകളൊക്കെ തീർത്തു കേട്ടോ. ഇനി എല്ലാവരും കൂടിയിട്ട് വട്ടിട്ട് നിന്നിട്ട് 2 ചൂട് വയ്ക്കലാണ് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത്. സുന്ദരനീരകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുദിക്കേണം. മോഹവും വേടിഞ്ഞു പാരം ദേഹവും ഉപേക്ഷിച്ചുള്ളേ ശോകമെന്നോ നീനച്ചാശു മെവിടുന്നോർക്ക് മോഹവും വേടിഞ്ഞു പാരം ദേഹവുമോ ശോകമെന്നു നീനച്ചാശു മെവിടുന്നോർക്ക് ഐഹിക സൗഖ്യവും പാരം ലൗകിക സൗഖ്യവും ദിവ്യ ശക്തിയും. അങ്ങനെ തിരുവാതിരക്കളി പൊടി പൊടിച്ചവിടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് ശിവേലി, 2 അമ്പലത്തിലും ശിവേലി ഉണ്ട്. ആദ്യം ശിവനും ശിവേലി കഴിഞ്ഞിട്ട് അപ്പുറത്ത് മഹാദേവൻ സകുടുംബം ഇരിക്കുന്ന ആ ക്ഷേത്രത്തിലും ശിവേലി ഉണ്ടായിരിക്കും. ശ്രീകോവിലിനുള്ളിൽ ശിവനും പാർവതിയും ഗണപതിയും, തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ടാണെങ്കിലും സുബ്രഹ്മണ്യനുണ്ട്. പക്ഷേ സുബ്രഹ്മണ്യനെ നമുക്ക് ഈ ദിവസങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. പിന്നിലൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടി വഴി മാത്രമേ നമുക്ക് സുബ്രഹ്മണ്യനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ശിവേലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അപ്പുറത്തെ ശിവേലിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. കളിയുടെ വീഡിയോ വേറൊരെണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.
പിന്നോരും